അങ്ങനെ പുഷ്പ 2 ദ റൂൾ സിനിമ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം സിനിമ കാണാതെ റിവ്യൂ ചെയ്യുന്നത് മോശമാണ്. അതുപോലെ തന്നെ സിനിമ പകുതി കണ്ടുവച്ചിട്ട് റിവ്യൂ ചെയ്യുന്നത് അതിലും മോശമാണ്. അപ്പോൾ ഈ സിനിമേൻ്റെ ഹൈപ്പൊക്കെ കണ്ടപ്പോഴേ അറിയായിരുന്നു വലിയ കൊണ്ടൊന്നും ഉണ്ടാവില്ലാന്ന്. എന്നാലും ഞാൻ കണ്ടില്ല, കണ്ടവരൊക്കെ പറഞ്ഞു. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഈ തിയേറ്ററുകളിൽ ഈ സിനിമയുടെ ഇൻ്റർവെൽ ആകുമ്പം ഈ റിവ്യൂ എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ സാധാ സിനിമക്കാരൊക്കെ കിടന്ന് ഭയങ്കരമായിട്ട് പറയുന്ന കേൾക്കാം, റിവ്യൂ എടുക്കുന്നവരെ മാറ്റണം, റിവ്യൂ എടുക്കുന്നവരെ തിയേറ്ററിൽ കയറ്റാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്ന കേൾക്കാം. അതുപോലെ അശ്വന്ത് കോക്കിനെ പോലെയുള്ള ലൈഫ് ഓഫ് ഷസാമിനെ പോലെയുള്ള യൂട്യൂബർമാരെ, റിവ്യൂ ചെയ്യുന്ന യൂട്യൂബർമാരെ ഭയങ്കര കുറ്റം പറയുന്നതായിട്ട് കേൾക്കാനൊക്കെ പറ്റും. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെയല്ല കുറ്റം പറയേണ്ടത്. ഇപ്പം ഞാൻ തംബ്നെയിലിൽ ഒരു ഫോട്ടോ വെച്ചിട്ടില്ലേ, പോപ്കോൺ എങ്ങാണ്ടാണ് ആ ചാനലിൻ്റെ പേര്. അപ്പോൾ അവരെ പോലെയുള്ള ആൾക്കാർ ഈ സിനിമ മൊത്തം കഴിഞ്ഞിട്ട് തിയേറ്ററിൽ പോയി ആൾക്കാരുടെ റെസ്പോൺസ് എടുക്കുകയാണെങ്കിൽ ഓക്കെ. ഒരു സിനിമ എന്ന് പറയുന്നത് അവസാനം വരെ കാണണം. ഇൻ്റർവെൽ സമയം എന്ന് പറയുന്നത് ഒന്ന് ടോയ്ലറ്റിൽ പോകാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്നാക്സ് മേടിക്കാനോ ഒന്ന് റിലാക്സ് ആകാൻ കിട്ടുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ ടൈമിനിടയ്ക്കൂടെ പോയിട്ട് ഇൻ്റർവെൽ സമയത്ത് ക്യാമറയും മൈക്കുമായിട്ട് പോയിട്ട് സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയും, അപ്പം ഇൻ്റർവെൽ വരെ ഒരാൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ ആൾക്കാർ പറയും എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ അവർക്ക് തംബ്നെയിൽ കിട്ടി, സിനിമ പൊട്ടി. അല്ലെങ്കിൽ ആൾക്കാർ പറയുകയാണ് തംബ്നെയിൽ വരെ സൂപ്പറാണ്, അപ്പം ആ തംബ്നെയിലും കിട്ടി, ബോക്സ് ഓഫീസിനെ തൂക്കിയടിച്ച്. അപ്പോൾ അതാണ് അവസ്ഥ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പോലെയുള്ള ആൾക്കാരെയാണ് തിയേറ്ററിൻ്റെ പരിസരത്ത് അടുപ്പിക്കാൻ കൊള്ളില്ലാത്ത ആൾക്കാർ. അല്ലാതെ സിനിമ മൊത്തം കണ്ട് വീട്ടിൽ വന്നിരുന്ന് റിവ്യൂ പറയുന്ന ആൾക്കാർക്കെതിരെ കയറിയിട്ട് അവർ റിവ്യൂ ബോംബിങ് നടത്തുവാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇവരെ പോലെയുള്ളവർ നടത്തുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാരണം വ്യൂ കിട്ടണം, സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് നമ്മളൊക്കെ സിനിമ ഇറങ്ങണമെങ്കിൽ ഞാനൊക്കെ ഫസ്റ്റ് ഷോ തന്നെ പോയി കാണാൻ ശ്രമിക്കും. കാരണം നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ വല്ലവരും കാണണ്ടേ, അതുകൊണ്ട്. പക്ഷേ നമ്മൾ തെണ്ടിത്തരം കാണിക്കാറില്ല. ഈ പകുതി സിനിമ കണ്ടിട്ട് പകുതി ഹാഫ് ഇൻ്റർവെൽ റിവ്യൂ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെയൊന്നും ഇടാറില്ല. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ളവരെ ഒന്ന് നിയന്ത്രിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ അതിനകത്ത് കുറേ ആൾക്കാർ പറയുന്നുണ്ട് സിനിമ അടിപൊളിയാണ്, ചിലർ പറയുന്നുണ്ട് സിനിമ പൊട്ടയാണ്. സ്വാഭാവികമായിട്ടും ഇത്ര ഹൈപ്പ് കൊടുത്തൊരു സിനിമ ഇറക്കുമ്പം ആരാണെങ്കിലും രാവിലെ എണീക്കുമ്പോൾ തന്നെ എന്താണ്, പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ, ഒന്ന് റിവ്യൂ അടിച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർവെല്ലിൽ ഇട്ട സാധനമാണ് കിട്ടുക. അത് കാണുമ്പോൾ തന്നെ ചിലവർക്ക് ചൊറിഞ്ഞ് കയറും, ചിലവർക്ക് തോന്നും എന്നാൽ പിന്നെ പോവണ്ട, ഇത്ര അലമ്പ് സിനിമയാന്ന് പറയുന്നത് കേട്ട് ഇൻ്റർവെൽ വരെ പോരാ, എന്നാൽ പിന്നെ പോവണ്ട എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ സംഭവിക്കും. പിന്നെ ഇതിൻ്റെ ഏറ്റവും മികച്ചൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ വരത്തൻ എന്ന് പറഞ്ഞ സിനിമയാണ് ഫഹദ് ഫാസിലിൻ്റെ. ഞാനൊക്കെ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. ആ സിനിമയുടെ ഇൻ്റർവെല്ലിൽ വന്നിട്ട് ഒരാളൊരു അഭിപ്രായം ചോദിക്കുവാണെങ്കിൽ എല്ലാവരും പറയും എന്ത് സിനിമ ഇത്, ലോക്കൽ സിനിമ. ഇൻ്റർവെൽ വരെയല്ല, ക്ലൈമാക്സിന് തൊട്ട് മുമ്പ് വരെ അതിൻ്റെ അഭിപ്രായം ചോദിക്കുവാണെങ്കിൽ ലാഗ് അടിപ്പിച്ച് മനുഷ്യനെ കൊല്ലും. പക്ഷേ ക്ലൈമാക്സ് എത്തുമ്പോഴത്തേന് ആ സിനിമേൻ്റെ ഒരു ലെവലുണ്ട്. അത് ഏത് ലെവലിൽ പോയി നിൽക്കുമെന്ന് പിന്നെ അറിയാലോ, സിനിമ കണ്ടവർക്കറിയാം. ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. അപ്പം അത് കൂട്ട് സിനിമകളും ഉണ്ട്. അത്രയും നേരം ലാഗ് അടിപ്പിച്ച് ക്ലൈമാക്സിൽ ഒരു വൻ സംഭവമാക്കുന്ന സിനിമകളുണ്ട്. മതി, ക്ലൈമാക്സ് ഒരു വൻ സംഭവമാക്കിയാൽ തന്നെ ആ സിനിമ ഏകദേശം വിജയിച്ചു എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഇതുപോലെ ഈ തെണ്ടിത്തരം കാണിക്കുന്ന കുറേ പേരുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വ്യൂസിന് വേണ്ടിയും സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയും പൈസയ്ക്ക് വേണ്ടിയാണ് രാവിലെ 5 മണിക്ക് തിയേറ്ററിൽ പോയി നിന്ന് ഇൻ്റർവെല്ലിന് ആൾക്കാർ ഇറങ്ങുമ്പോൾ അതിൻ്റെ റിവ്യൂ എടുക്കുന്നത്. ഈ സിനിമാക്കാർ പറ്റുവാണെങ്കിൽ അത് കൂട്ടുള്ളവരെ നിയന്ത്രിക്കുക, അല്ലാതെ സിനിമയും കണ്ട് വീട്ടിൽ പോയിരുന്ന് അവരുടെ അഭിപ്രായം പറയുന്നവരെ നിയന്ത്രിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ആൾക്കാർ പണ്ടത്തെ പോലെയൊന്നും അല്ല എങ്കിൽ പോലും എന്താണ് ഇൻ്റർവെല്ലിൽ കേട്ട് കഴിയുമ്പം നമ്മൾ വിചാരിക്കും എന്നാൽ പിന്നെ കാണാൻ പോകണ്ട, ബുക്ക് ചെയ്യാനിരുന്ന ഞാനായിരുന്നു, ഇൻ്റർവെല്ലിൽ കേട്ടു ഇപ്പം അത്രയും പോരാ ആ സിനിമ, എന്നാൽ പിന്നെ പോകണ്ട എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. എന്താണെങ്കിലും കുറച്ച് പേരുടെ റിവ്യൂ ഞാനും ഇരുന്ന് കേട്ടു. മറ്റേ ലൈഫ് ഓഫ് ഷസാമിൻ്റെ ഒക്കെ പുള്ളി 4 മണിക്കൂർ മുമ്പേ റിവ്യൂ ഇട്ടു. പുള്ളി ദുബായിലാണെന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും പുള്ളി സിനിമയെ കണ്ടിട്ടാണ് റിവ്യൂ ഇട്ടത്. പാൻ ഇന്ത്യൻ സിനിമ മറ്റേ ദുൽഖറിൻ്റെ കൊത്ത പോലെ ആയിപ്പോയി എന്നൊക്കെ പറയുന്നത് കേട്ടു. അതിലെ അവസ്ഥയാണെന്നും പറയുന്നത് കേട്ട്. എന്താണെങ്കിലും കാണേണ്ടവരൊക്കെ പോയി കാണുക. തെലുങ്ക് സിനിമയാണ്. നമ്മൾ പുഷ്പ 1ൻ്റെ ഒരു ഇത് വെച്ച് പോയി കാണരുത് എന്നും അതിനകത്ത് പറയുന്നുണ്ട്. തെലുങ്ക് സിനിമയാണ്. ലോജിക്കൊക്കെ വീട്ടിൽ വെച്ചിട്ട് പുതിയൊരു KGF-നെ അവർ ഉണ്ടാക്കിയെടുത്തേക്കുമെന്ന് ലൈഫ് ഓഫ് ഷസാം പറഞ്ഞ. പക്ഷേ മറ്റേത് സൂപ്പറാന്ന് പറഞ്ഞു കേട്ടോ. മറ്റേ ട്രെയിലറിലുള്ള കൃഷ്ണൻ്റെ പോലത്തെ വേഷം കെട്ടി വരുന്നത്, അതും കുറേ ട്രോള് ഉണ്ട് കേട്ടോ. ആൾക്കാർ മൊത്തം ഇന്ന് തിയേറ്ററുകളിൽ എത്തുന്ന കൃഷ്ണൻ്റെ വേഷം കെട്ടി നീല സാധനമൊക്കെ ഇട്ട് കമലൊക്കെ കുത്തി മാലയൊക്കെ ഇട്ട
എന്താണെങ്കിലും ഇത്രയും വലിയൊരു ഹൈപ്പ് കൊടുത്ത് സിനിമേൻ്റെ ഗതി എന്തായെന്ന് നിങ്ങൾ തന്നെ പറയുക, കാണാത്ത ഞാൻ പറയണ്ടല്ലോ.